ആത്മീയ ഗുരുവായ ശ്രീ എം എഴുതിയ ഗുരുസമക്ഷം ഒരു ഹിമാലയൻ യാഗിയുടെ ആത്മകഥ എന്ന പുസ്തകത്തിന്റെ അവലോകനമാണ് ഈ വീഡിയോ. ഇതൊന്നാമത്തെ അധ്യായമാണ്. നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം. ഭാരതത്തിന്റെ തെക്കേയറ്റത്തുള്ള മനോഹരമായ സംസ്ഥാനമാണ് കേരളം. ഏകദേശം 40 വർഷങ്ങൾക്ക് മുമ്പ് ഈ സംസ്ഥാനത്തിൽ നിന്നുള്ള 19 വയസ്സുള്ള ഒരു യുവാവിനെ ഹിമാലയത്തിന്റെ അഗാധ പ്രദേശങ്ങളിൽ കണ്ടതായി ചിലർ ശ്രദ്ധിച്ചു. ഭാരത ടിബറ്റൻ അതിർത്തിക്ക് സമീപമുള്ള ബദ്രീനാഥ് പ്രദേശത്ത് വ്യാസഗുഹയിൽ ആ യുവാവ് ആഴത്തിലുള്ള ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അന്നത്തെ കാലത്ത് ഇത്ര ചെറുപ്പത്തിൽ ആരെങ്കിലും ദൂരെയുള്ള ഹിമാലയത്തിലേക്ക് പോയി ധ്യാനജീവിതം നയിക്കുന്നത് വളരെ അപൂർവമായിരുന്നു. അതിലുപരി ആ യുവാവ് ഹിന്ദുമതസ്ഥനായിരുന്നില്ല എന്ന കാര്യം ഈ സംഭവത്തെ കൂടുതൽ അത്ഭുതകരമാക്കി. പലർക്കും അത് വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടായി. ആ യുവാവ് എങ്ങനെ ഒരു യോഗിയായി മാറി? എങ്ങനെ അവൻ ചിന്തയും ആത്മീയതയും നിറഞ്ഞ ഒരു അത്ഭുത ലോകത്തിലേക്ക് പ്രവേശിച്ചു? അതിനാവശ്യമായ ആത്മശക്തിയും ധൈര്യവും എങ്ങനെ അവൻ സമ്പാദിച്ചു? ഇതെല്ലാം വിവരിക്കുന്നതാണ് എൻ്റെ ജീവിതകഥ. ആ യുവാവ് ഞാനായിരുന്നു. നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് ഈ യാത്ര തുടക്കം മുതൽ ആരംഭിക്കാം. നമുക്കൊരുമിച്ച് ഹിമാലയത്തിൻ്റെ പരിശുദ്ധ ഭൂമിയിലേക്ക് സഞ്ചരിക്കാം. മഞ്ഞ് മൂടിയ ആ പർവ്വതങ്ങളിൽ തന്നെയായിരുന്നു എൻ്റെ ഗുരു താമസിച്ചിരുന്നത്. അദ്ദേഹം എൻ്റെ സുഹൃത്തും ദാർശനികനും ഏറ്റവും പ്രിയപ്പെട്ട ആചാര്യനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കരുണയും അനുഗ്രഹവും കൊണ്ടാണ് ഞാൻ ബോധത്തിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് പ്രവേശിക്കാൻ പഠിച്ചത്. ആ പ്രദേശങ്ങളുടെ മഹത്വം വാക്കുകളിൽ വിശദീകരിക്കാൻ എനിക്കു കഴിയില്ല. എങ്കിലും വാക്കുകളെ ആശ്രയിക്കാതെ മറ്റെന്തു ചെയ്യാനാകും? നല്ല സുഹൃത്തുക്കളായി നമുക്ക് ഈ ആത്മീയ യാത്ര തുടരാം. വനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അത്ഭുതകരമായ കാഴ്ചകളായിരിക്കും. ഇളം കാറ്റിൽ തലോടുന്ന പൂക്കൾ, പാഞ്ഞൊഴുകുന്ന നദികൾ, നിശബ്ദമായി നിലകൊള്ളുന്ന വൃക്ഷങ്ങൾ, ഇവയെല്ലാം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കും. ഒടുവിൽ വെളുത്ത മഞ്ഞുകൊണ്ട് മൂടിയ ഹിമാലയം നമ്മെ വിസ്മയിപ്പിക്കും. പ്രാചീന ഋഷികളും ഈ പർവ്വതങ്ങളുടെ മഹത്വം പാടി. വാക്കുകൾക്ക് പോലും അതിൻ്റെ ശക്തി പൂർണ്ണമായി വിവരണം ചെയ്യാൻ കഴിയില്ല. എൻ്റെ ജനനം തിരുവനന്തപുരം നഗരത്തിലാണ്. അനന്തപത്മനാഭസ്വാമിയുടെ നഗരം എന്നറിയപ്പെടുന്ന സ്ഥലമാണത്. അനന്തം എന്നത് അറ്റമില്ലാത്തതെന്നർത്ഥം നൽകുന്നു. ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ ഈ നഗരത്തെ ട്രിവാൻഡ്രം എന്നു വിളിച്ചു. കടലോര സൗന്ദര്യം നിറഞ്ഞ ഈ നഗരം കേരളത്തിൻ്റെ തലസ്ഥാനമാണ്. 1948 നവംബർ 6 എൻ്റെ ജനനം. എൻ്റെ പൂർവികർ തിരുവിതാംകൂർ രാജ്യത്തിലേക്ക് കുടിയേറി വന്ന പത്താൻ വംശജരാണ്. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ദരിദ്രൻ സമ്പന്നനായി. എന്നാൽ എൻ്റെ കഥയിൽ അതിന് മറ്റൊരു അർത്ഥമുണ്ട്. സാധാരണ സാഹചര്യങ്ങളിൽ വളർന്ന ഒരു ബാലൻ ആത്മാർത്ഥതയും ധൈര്യവും ലക്ഷ്യബോധവും കൊണ്ട് ആത്മീയ ഉയരങ്ങളിൽ എത്തിച്ചേർന്ന കഥയാണിത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഒരു മഹാനായ ഗുരുവിൻ്റെ അനുഗ്രഹമാണ്. അദ്ദേഹം എനിക്ക് അളവറ്റ സ്നേഹവും കരുതലും നൽകി. പല അത്ഭുതകരമായ സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം എന്നെ നയിച്ചു. ഒരിക്കലും ചോദിക്കാനുള്ള എൻ്റെ സ്വാതന്ത്ര്യം അദ്ദേഹം തടസ്സപ്പെടുത്തിയില്ല. എന്നാൽ അനാവശ്യ ആശ്രയത്വം വളരാൻ അനുവദിച്ചുമില്ല. എൻ്റെ പിഴവുകളെല്ലാം അദ്ദേഹം ക്ഷമിച്ചു. എൻ്റെ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കാൻ പഠിപ്പിച്ചു. അദ്ദേഹം എൻ്റെ ഗുരുവായിരുന്നു. കൂടാതെ അച്ഛനും അമ്മയും സുഹൃത്തും പോലെ ആയിരുന്നു. അത്തരമൊരു മഹാത്മാവിനെ എനിക്ക് മറക്കാനാകുമോ? ഞാൻ 9 വയസ്സുള്ളപ്പോൾ അദ്ദേഹം എൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. അത് വെറും കാരുണ്യം മാത്രമായിരുന്നോ? അതോ കാലത്തിനതീതമായ ഒരു ആത്മബന്ധമോ? ഈ കഥയുടെ അവസാനം നിങ്ങൾക്ക് തന്നെ അതിന് ഉത്തരമൊരുക്കാം. ഞാൻ അദ്ദേഹത്തെ ബാബാജി എന്ന് വിളിച്ചിരുന്നു. അദ്ദേഹം പലപ്പോഴും എന്നോട് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: ജീവിതത്തിൽ ലാളിത്യം പാലിക്കൂ, സത്യസന്ധമായി ജീവിക്കൂ. മറ്റുള്ളവർ നിങ്ങളെ സാധാരണ മനുഷ്യനായി കാണട്ടെ. മഹത്വം പ്രകടിപ്പിക്കാൻ ശ്രമിക്കരുത്, അതത് സ്വയം പ്രകടമാകും. ഈ ലോകത്തിൽ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ട് ഒരേ സമയം പരമസത്യത്തിൽ ലയിച്ചിരിക്കുന്ന ജീവിതം എങ്ങനെ നയിക്കാമെന്ന് നിങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ കാണിച്ചു തരിക. ഇപ്പോൾ എൻ്റെ ഗുരുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് നടന്ന ചില സംഭവങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. അത് എൻ്റെ 9ാം ജന്മദിനത്തിന് ശേഷം 6 മാസം കഴിഞ്ഞ് ആരംഭിച്ച അത്യന്തം നിർണായകമായ ഒരു കാലഘട്ടമാണ്. എൻ്റെ ജനനകാലം മുതൽ തന്നെ ഒരു പ്രത്യേക സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഒരു കാൽ മടക്കി മറ്റേ കാലിൻ്റെ മുട്ടിന്മേൽ വെച്ചിരിക്കുന്ന രീതിയാണ് എനിക്ക് സ്വാഭാവികമായി തോന്നിയിരുന്നത്. ജനിച്ച് 2.5 മാസം കഴിഞ്ഞപ്പോൾ എടുത്ത ആദ്യത്തെ ചിത്രത്തിൽ പോലും ഈ ഇരിപ്പിൻ്റെ അടയാളങ്ങൾ കാണാമായിരുന്നു. കാലം കടന്നുപോയപ്പോൾ യോഗികൾ ധ്യാനത്തിനിടെ സ്വീകരിക്കുന്ന ഇരിപ്പുമായി ഈ ശീലം സാമ്യമുള്ളതാണെന്ന് ഞാൻ ശ്രദ്ധിച്ചു. ഈ രീതിയിലിരിക്കുമ്പോൾ എനിക്കേറെ സുഖം ലഭിക്കുന്നു. ഇന്നും എവിടെയായാലും അവസരം ലഭിച്ചാൽ ആതിഥേയർക്ക് എതിർപ്പില്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇരിക്കുന്നതാണ് പതിവ്.
5.5 വയസ്സു മുതൽ 10 വയസ്സുവരെ പലപ്പോഴും ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ എന്നെ അലട്ടിയിരുന്നു. സാധാരണയായി അർദ്ധരാത്രിയോടെയാണ് അവ ആരംഭിക്കുക. ഉറക്കത്തിനിടെ ഭീകരമായ ഒരു രൂപം എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. അത് പകുതി മനുഷ്യനും പകുതി അസുരനും പോലെ തോന്നും. വലിയ കൊമ്പുകൾ, കൂർത്ത നഖങ്ങൾ, ഭീതിജനകമായ മുഖഭാവം. ആ രൂപം എന്നെ പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായി എനിക്ക് തോന്നും. ആ ഭയത്തിൽ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നിലവിളിച്ചുകൊണ്ട് വീട്ടിന് പുറത്തേക്ക് ഓടും. ആർക്കും മനസ്സിലാകാത്ത ചില ശക്തികൾ എന്നെ വിളിക്കുന്നതുപോലെ ഞാൻ എനിക്കവിടെ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഓടിയിരിക്കും. എൻ്റെ മാതാപിതാക്കൾ എന്നെ പിന്തുടർന്ന് പിടിക്കാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ അച്ഛന് മാത്രമേ എൻ്റെ പേര് ചൊല്ലി ഉറക്കെ വിളിച്ച് എന്നെ ആ മയക്കത്തിൽ നിന്ന് ഉണർത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. എത്ര ഭീകരമായിരുന്നാലും ആ രൂപങ്ങൾ ഒരിക്കലും എന്നെ സ്പർശിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രശ്നത്തിന് പല ചികിത്സകളും നടത്തി, വിവിധ മാർഗങ്ങൾ പരീക്ഷിച്ചു. പക്ഷേ ഒന്നും ഫലിച്ചില്ല. എന്നാൽ എൻ്റെ ഗുരുവിനെ ആദ്യമായി കണ്ടുമുട്ടിയതിനു ശേഷം ഇത്തരം സ്വപ്നങ്ങൾ പൂർണ്ണമായി ഇല്ലാതായി. ഞാൻ എന്തിൽ നിന്നാണ് ഓടിയിരുന്നതും എവിടേക്കാണ് എന്നെ ആകർഷിച്ചിരുന്നതും മനസ്സിലാക്കാൻ വർഷങ്ങൾ വേണ്ടിവന്നു. എൻ്റെ അമ്മൂമ്മയ്ക്ക് സൂഫി പാരമ്പര്യവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. അവർ പലപ്പോഴും സൂഫി സന്യാസിമാരുടെ അത്ഭുതകരമായ ജീവിതകഥകൾ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അവയിലൊരു കഥ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. തക്കല എന്ന ചെറിയ ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ഒരു മഹാനായ സൂഫി സന്യാസിയെക്കുറിച്ചുള്ളതാണ് അത്. അദ്ദേഹം ഒരു സാധാരണ നെയ്ത്തുകാരനായിരുന്നു. തൻ്റെ കൈത്തറിയിൽ പണിയെടുക്കുമ്പോൾ ഭക്തിയും ആത്മീയ അനുഭവങ്ങളും നിറഞ്ഞ ഗാനങ്ങൾ അദ്ദേഹം തമിഴിൽ പാടാറുണ്ടായിരുന്നു. ഈ രീതിയിലുള്ള ഗാനങ്ങൾ പാടൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്നും തമിഴ്നാട്ടിലെ ചില സൂഫി സമൂഹങ്ങളിൽ ഈ പാരമ്പര്യം നിലനിൽക്കുന്നു. കാലക്രമേണ അദ്ദേഹത്തിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. എന്നാൽ ഒരു ബാലശിഷ്യൻ അദ്ദേഹത്തെ സേവിക്കുകയും സഹായിക്കുകയും ചെയ്തു. ഒരു ദിവസം പണ്ഡിതരായ 2 അറബി സന്ദർശകർ തെക്കേ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു വിശുദ്ധനെക്കുറിച്ച് കേട്ട് അദ്ദേഹത്തെ കാണാനെത്തി. അദ്ദേഹത്തിൻ്റെ ജീവിത രീതി അവർക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. എന്നാൽ ഒരു കാര്യം മാത്രം അവരെ ആശങ്കപ്പെടുത്തി. മുസ്ലിം വിശ്വാസപ്രകാരം കഴിവുള്ളവർ ഹജ്ജ് തീർത്ഥാടനത്തിന് മക്കയിലേക്ക് പോകേണ്ടതുണ്ട്. എന്നാൽ ആ വിശുദ്ധൻ ഒരിക്കലും യാത്ര ചെയ്തിരുന്നില്ല. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ലളിതമായി മറുപടി നൽകി, എനിക്ക് കാഴ്ചയില്ല, അങ്ങനെ ദൂരം എങ്ങനെ പോകും? എങ്കിലും ഞാൻ തീർത്ഥാടനത്തിൻ്റെ അനുഭവം ലഭിച്ചിട്ടുണ്ട്. ഞാൻ കഴിയുന്ന സ്ഥലം തന്നെയാണ് എനിക്ക് മക്ക. ആ അറബി സന്ദർശകർക്ക് ആ വിശുദ്ധന്റെ വാക്കുകൾ ആദ്യം കേൾക്കുമ്പോൾ അത് മതത്തെ അവമതിക്കുന്നതുപോലെ തോന്നി. അവരത് ഒരു വിചിത്രമായ അവകാശവാദമായി കരുതി. എന്നാൽ മുഹമ്മദ് സാഹിബ് തൻ്റെ അനുഭവത്തിൽ ഉറച്ചുനിന്നു. അദ്ദേഹം തൻ്റെ ശിഷ്യനോട് ഒരു പഴയ മൺകലത്തിൽ വെള്ളം നിറച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നീട് സന്ദർശകരോട് അതിനുള്ളിലെ വെള്ളത്തിൽ ശ്രദ്ധയോടെ നോക്കാൻ ആവശ്യപ്പെട്ടു. അവർ ഓരോരുത്തരും നോക്കിയപ്പോൾ അവർക്ക് മുൻപിൽ അത്ഭുതകരമായ കാഴ്ചകൾ തെളിഞ്ഞു. അവർ മക്കയിലെ വിശുദ്ധ തീർത്ഥാടനം ദർശിച്ചു. അതിലുപരി കാഴ്ചയില്ലാത്ത ആ നെയ്ത്തുകാരനായ മഹാത്മാവ് കാബയെ ചുറ്റി പ്രദക്ഷിണം നടത്തുന്ന ദൃശ്യം പോലും അവർ കണ്ടു. ഈ അനുഭവം അവരുടെ മനസ്സിനെ ആഴത്തിൽ മാറ്റി. അവർ വിനയത്തോടെ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണു. അദ്ദേഹത്തെ ഗുരുവായി സ്വീകരിച്ചു. ഈ മഹാത്മാവിൻ്റെ ശവകുടീരത്തിനടുത്ത് തന്നെയാണ് എൻ്റെ പിതൃവംശത്തിൽപ്പെട്ട ഒരാളുടെ ശവകുടീരവും നിലകൊള്ളുന്നത്. അദ്ദേഹം ഈ വിശുദ്ധൻ്റെ ശിഷ്യരിൽ ഒരാളായിരുന്നു. എനിക്ക് 5 മുതൽ 9 വയസ്സുവരെ പ്രായമുള്ള സമയത്ത് ഹിന്ദുമതത്തോടും ക്രിസ്തുമതത്തോടും അടുത്ത പരിചയം ലഭിച്ചു. അന്നേക്കാലത്ത് തന്നെ പല മതങ്ങളിലെയും ആളുകൾ മറ്റുള്ളവരെക്കുറിച്ച് മുൻവിധികളോടെ പെരുമാറുന്നതായി ഞാൻ ശ്രദ്ധിച്ചു. ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ക്രൈസ്തവ കന്യാസ്ത്രീകൾ സമൂഹത്തിലെ ഉന്നതവർഗത്തിലെ കുട്ടികൾക്ക് വേണ്ടി നടത്തിയിരുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു എൻ്റെ വിദ്യാഭ്യാസം. ഈ വിദ്യാലയത്തിലെ ചാപ്പലിൻ്റെയും കൃത്രിമ ഗുഹയുടെയും സമീപത്തുകൂടി പോകുമ്പോൾ നെഞ്ചിൽ കുരിശു വരയ്ക്കുന്നതിന് നിർബന്ധിച്ചിരുന്നില്ലെങ്കിലും അങ്ങനെ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ധാരാളം ക്രിസ്ത്യൻ പ്രാർത്ഥനകളും പഠിപ്പിച്ചിരുന്നു. ക്രിസ്തുവിൻ്റെ ചിത്രങ്ങൾ പലയിടത്തും ചുമരുകളിൽ പതിപ്പിച്ചിരുന്നു. ഒരിക്കൽ ഒരു കന്യാസ്ത്രീ ഇങ്ങനെ പറയുന്നത് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. മുസ്ലിങ്ങൾ സൂര്യനെ ആരാധിക്കുന്നവരും ഹിന്ദുക്കൾ ദുർഭൂതങ്ങളെ ഉപാസിക്കുന്നവരുമാണെന്ന്.
എൻ്റെ അമ്മൂമ്മ ഇസ്ലാം മതത്തിലെ മഹാന്മാരെപ്പറ്റി പറയുമ്പോൾ വളരെ ആനന്ദമനുഭവിച്ചിരുന്നു. എന്നാൽ ഹിന്ദു മതത്തെയും അതിലെ ദേവതകളെയും കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്കത്ര സന്തോഷമുണ്ടായിരുന്നില്ല. അയൽ വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കരുതെന്ന് അവരെനിക്ക് നിർദ്ദേശിച്ചിരുന്നു. അത് ദൈവങ്ങൾക്ക് സമർപ്പിച്ച ഭക്ഷണമാകാമെന്നും അത്തരം ഭക്ഷണം കഴിക്കുന്നത് ശരിയല്ലെന്നുമായിരുന്നു അവരുടെ വിശ്വാസം. എന്നാൽ എൻ്റെ ജീവിതത്തിൽ മറ്റൊരനുഭവം ഇതെല്ലാം മറികടന്നതായിരുന്നു. ഞങ്ങളുടെ അയൽവാസികൾ ഭൂരിഭാഗവും ഹിന്ദുക്കളായിരുന്നു. അവരുടെ വീട്ടിൽ പോകുമ്പോൾ അവരാരാധിക്കുന്ന ദേവതകളും ആചാരങ്ങളും എന്നെ ആകർഷിച്ചിരുന്നു. ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ സ്ത്രീ എന്നെ സ്വന്തം മകനെപ്പോലെ സ്നേഹിക്കുകയും പലഹാരങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന മട്ടൻ ബിരിയാണി അയൽവാസികൾ സന്തോഷത്തോടെ കഴിച്ചിരുന്നു. റംസാനും ബക്രീദും പോലുള്ള ഉത്സവങ്ങളിൽ ഞങ്ങൾ അയൽ വീടുകളിൽ ഭക്ഷണം പങ്കുവച്ചിരുന്നു. എനിക്ക് വ്യക്തിപരമായി ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഇഡ്ഡലിയും സാമ്പാറും വാഴയിലയിൽ വിളമ്പുന്ന കേരളത്തിൻ്റെ സസ്യഭക്ഷണങ്ങളുമായിരുന്നു. ഈ അനുഭവങ്ങളെല്ലാം ചേർന്ന് മതങ്ങൾ വ്യത്യസ്തമായാലും മനുഷ്യഹൃദയം ഒരുപോലെയാണെന്ന് ബാല്യത്തിൽ തന്നെ എന്നെ പഠിപ്പിച്ചു. ഞങ്ങളുടെ അയൽവാസികളുടെ വീടുകളിൽ ചെറിയ ആരാധനാമുറികളുണ്ടായിരുന്നു. അവിടെ വിവിധ ദേവന്മാരുടെ ചിത്രങ്ങളും പ്രതിമകളും വെച്ച് അവർ ഭക്തിപൂർവ്വം പൂജ ചെയ്യുന്നുണ്ടായിരുന്നു. ബാല്യത്തിൽ അത് ഞാൻ പലപ്പോഴും കണ്ടിരുന്നു. എന്നാൽ ഹിന്ദു ഭക്തിചാരങ്ങളുമായി എനിക്ക് അടുത്ത അനുഭവം ലഭിച്ചത് ഒരു ഞായറാഴ്ചയിലായിരുന്നു. ആ ദിവസം അപ്രതീക്ഷിതമായി ഞങ്ങളുടെ വീട്ടുവഴിയിൽ ഒരു ഭജന സംഘം കീർത്തനങ്ങൾ പാടി മുന്നേറുകയായിരുന്നു. അന്ന് ഞാൻ വീട്ടിലെ അടുക്കളയിലിരുന്ന് ഒരു യാന്ത്രിക കളിപ്പാട്ടമഴിച്ച് വീണ്ടും ശരിയാക്കാൻ ശ്രമിക്കുകയായിരുന്നു. എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാനുള്ള കൗതുകം എപ്പോഴും എനിക്കുണ്ടായിരുന്നു. അതേസമയം പുറത്തുനിന്ന് കേട്ട കീർത്തനനാദം എൻ്റെ മനസ്സിനെ പൂർണ്ണമായി ആകർഷിച്ചു. മൃദംഗവും ഇലത്താളങ്ങളും ചേർന്ന ആ മധുരമായ സംഗീതം എൻ്റെ ഉള്ളിൽ ഒരു പുതിയ അനുഭവമുണർത്തി. ഞാൻ ഭരിച്ചിരുന്നത് ഒരു നിക്കർ മാത്രമായിരുന്നു. ഉടനെ കളിപ്പാട്ടം അവിടെ വെച്ച് ഞാൻ ഗേറ്റിലേക്കൂടി. ഹൃദയം വേഗത്തിൽ മിടിക്കുകയായിരുന്നു. നടുറോഡിൽ 4 പേർ ഭക്തിഗാനങ്ങൾ പാടി നൃത്തം ചെയ്യുന്നതാണ് ഞാൻ കണ്ടത്. അവരിലൊരാൾ ഉയരം കൂടിയവനും ദീർഘമായ മുടിയും താടിയുമുള്ളവനുമായിരുന്നു. കഴുത്തിൽ വെള്ളപ്പൂക്കളുടെ മാല ധരിച്ചിരുന്നതും ശ്രദ്ധേയമായിരുന്നു. മറ്റുള്ളവർ ലളിതമായ വസ്ത്രധാരണത്തിലായിരുന്നു. എല്ലാവരും നഗ്നപാതരായിരുന്നു. ഒരു വ്യക്തി കണ്ണടച്ച് ആവേശത്തോടെ മൃദംഗം വായിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്കിടെ സന്തോഷത്തോടെ ചിരിക്കുകയും ചെയ്തു. മറ്റൊരാൾ താളമിട്ട് സംഗീതം നയിച്ചു. മറ്റൊരാൾ വീടുകളുടെ വാതിൽക്കൽ ചെന്നു അരി, പച്ചരി, പച്ചക്കറി, പഴം, ചിലപ്പോൾ പണം എന്നിവ സ്വീകരിച്ചു. അയൽക്കാർ വലിയ ആദരവോടെ ഇവ നൽകുന്നുണ്ടായിരുന്നു. സംഘത്തിന് നേതാവായി തോന്നിയ ആ ഉയരം കൂടിയ വ്യക്തി ഹരേ രാമ ഹരേ രാമ എന്ന് ആനന്ദത്തോടെ പാടി നൃത്തം ചെയ്തു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ ഒഴുകുന്നത് ഞാൻ കണ്ടു. ചിലർ അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് പ്രണാമം ചെയ്തതും ശ്രദ്ധിച്ചു. ആ കാഴ്ച എൻ്റെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ചു. ഞാൻ അതീവ സന്തോഷത്തോടെ ചിരിച്ചതായി ഇന്നും ഓർമ്മിക്കുന്നു. ഉടനെ വീട്ടിലേക്ക് ഓടി ഒരു നാണയമെടുത്ത് തിരികെ വന്നു. സംഭാവന ശേഖരിച്ചിരുന്ന വ്യക്തിയുടെ ചെറിയ സഞ്ചിയിൽ അത് നൽകി. അന്നേരം അമ്മൂമ്മ വിളിക്കുന്ന ശബ്ദം കേട്ട് ചെറിയ കുറ്റബോധത്തോടെ ഞാൻ തിരികെ വീട്ടിൽ പ്രവേശിച്ചു. പോകുന്നതിനു മുൻപ് ആ സന്യാസിയെ വീണ്ടും നോക്കി. അദ്ദേഹം ഒരു നിമിഷം എന്നെ സ്നേഹത്തോടെ നോക്കി. അല്പസമയം കൊണ്ട് ഭജനസംഘം അകന്നുപോയി. കീർത്തനത്തിൻ്റെ ശബ്ദം മാഞ്ഞപ്പോൾ അന്തരീക്ഷം വീണ്ടും നിശബ്ദമായി. അമ്മൂമ്മ എന്നെ ഉപദേശിച്ചു. വർഷങ്ങൾക്കു ശേഷം ആ സംഘത്തിലെ ആനന്ദപൂർണനായ സന്യാസി സ്വാമി അഭേദാനന്ദനാണെന്ന് അറിയാൻ കഴിഞ്ഞു. പിന്നീട് കോളേജ് കാലത്ത് അദ്ദേഹവുമായി നിരവധി സന്തോഷകരമായ കൂടിക്കാഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതേ കാലഘട്ടത്തിൽ എൻ്റെ അമ്മയുടെ അമ്മാവൻ എന്നെ കൂട്ടിക്കൊണ്ട് ഒരു വലിയ ക്ഷേത്രോത്സവം കാണാൻ പോയിരുന്നു. അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു. ഉത്സവ സമയത്ത് ക്ഷേത്ര പരിസരം പൂക്കളും വിളക്കുകളും കൊണ്ട് അലങ്കരിച്ചിരുന്നത് വളരെ മനോഹരമായിരുന്നു. അവിടെ എത്തുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ഗോപുരം കണ്ടപ്പോൾ എനിക്ക് ഒരുതരം ആത്മീയ ആവേശം അനുഭവപ്പെട്ടു. അകത്തേക്ക് പോകണമെന്ന ശക്തമായ ആഗ്രഹം തോന്നി. എന്നാൽ നാം ആ മതത്തിൽപ്പെട്ടവരല്ലാത്തതിനാൽ പ്രവേശനം അനുവദിക്കില്ലെന്ന് അമ്മാവൻ പറഞ്ഞു. പ്രവേശനവാതിൽക്കൽ ഹിന്ദുക്കൾ അല്ലാത്തവർക്ക് പ്രവേശനം ഇല്ല എന്ന എഴുത്ത് കണ്ടപ്പോൾ
മനുഷ്യരെ മതത്തിന്റെ പേരിൽ വേർതിരിക്കുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. എന്റെ വിഷമം കണ്ട അമ്മാവൻ എനിക്ക് മിഠായി വാങ്ങി നൽകി. തുടർന്ന് അദ്ദേഹം എന്നെ നഗരത്തിലെ ഒരു പ്രധാന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു ലളിത വസ്ത്രം ധരിച്ച സൗമ്യമായ മുഖഭാവമുള്ള ഒരാളെ കണ്ടു. അദ്ദേഹം എന്റെ കൈപിടിച്ച് സ്നേഹത്തോടെ സംസാരിച്ചു. പിന്നീട് ആ വ്യക്തി പ്രമുഖ നേതാവായ AK ഗോപാലനാണെന്നറിഞ്ഞു. അന്ന് അദ്ദേഹം ഉപവാസ സമരം നടത്തുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്നേഹപൂർവമായ പെരുമാറ്റം എന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. ബാല്യകാലത്ത് എനിക്കുണ്ടായിരുന്ന ചില വിചിത്രമായ അനുഭവങ്ങളും ഓർമ്മ വരുന്നു. വീടിന്റെ പുറകിലിരുന്ന് പല സായാഹ്നങ്ങളിലും മേഘങ്ങളുടെ രൂപങ്ങൾ ഞാൻ നോക്കിയിരിക്കും. അവ എന്റെ മനസ്സിൽ മഞ്ഞുമൂടിയ പർവ്വതങ്ങളായി തോന്നിയിരുന്നു. വർഷങ്ങൾക്കു ശേഷം ഒരു പുസ്തകത്തിൽ ഹിമാലയത്തിന്റെ ചിത്രങ്ങൾ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ബാല്യത്തിൽ തന്നെ ഈ കാഴ്ചകൾ എന്നോ ഉള്ളിൽ അനുഭവിച്ചിരുന്നുവെന്ന തോന്നലുണ്ടായി. ഈ അധ്യായം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എന്റെ ഗുരു ഒരിക്കൽ പറഞ്ഞ ഒരു കഥ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നുന്നു. ഹിമാലയത്തിലെ ഭാഗീരഥി നദിയുടെ കരയിൽ ശാന്തവും നിർജ്ജനവുമായ ഒരു സ്ഥലത്ത് ഞാൻ ഗുരുവിനൊപ്പം ഇരുന്നിരുന്ന സമയം. അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇന്നും എൻ്റെ ഹൃദയത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം ആദ്യം പറഞ്ഞു, ഞാൻ പറയുന്ന കഥയിൽ നിന്ന് നീ തന്നെയാണ് അർത്ഥം കണ്ടെത്തേണ്ടത്. കേട്ടയുടനെ അനുകരിക്കാനോ വിധിനിർണയം ചെയ്യാനോ ശ്രമിക്കരുത്. ഹിമാലയത്തിലെ വിശുദ്ധമായ ബദരിനാഥ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 13,000 അടി ഉയരത്തിലാണ്. അവിടുത്തെ കഠിനമായ മലനിരകളിൽ അനേകം ഗുഹകളുണ്ട്. വേനൽക്കാലത്ത് മാത്രമാണ് ആ പ്രദേശം തീർത്ഥാടകർക്കായി തുറക്കപ്പെടുന്നത്. ശീതകാലത്ത് മഞ്ഞെല്ലാം മൂടിയിരിക്കും. അവിടെ ചില അപൂർവ സാധകരാണ് വർഷം മുഴുവൻ ധ്യാനത്തിൽ തുടരുന്നത്. അത്തരമൊരു ഗുഹയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു യുവയോഗി താമസിച്ചിരുന്നു. വളരെ ലളിതമായ വേഷം മാത്രമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. നീണ്ട മുടിയും താടിയും ശാന്തമായ പുഞ്ചിരിയും ആഴത്തിലുള്ള ധ്യാനനിലയും അദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്നെ ഒരു സമാധാനമായിരുന്നു. അദ്ദേഹം വാരാണസിയിലെ ഒരു പ്രശസ്ത വേദപരമ്പരയിൽ ജനിച്ചവനായിരുന്നു. ബാല്യത്തിൽ തന്നെ ഒരു മഹായോഗിയുടെ ശിഷ്യനായി മാറി. ഗുരുവിനൊപ്പം ഹിമാലയത്തിലെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചു. ആത്മസാധനയിൽ വളർന്നു. 18-ാം വയസ്സോടെ അദ്ദേഹം ആത്മീയ പരിപക്വത കൈവരിച്ചു. ഒരു ദിവസം ആ യുവയോഗി സമാധിയിലിരിക്കുമ്പോൾ ഒരു വൃദ്ധൻ പാറകൾ കയറി ഗുഹയിലേക്കെത്താൻ ശ്രമിച്ചു. ആൾ വളരെ ക്ഷീണിതനും പരിക്കേറ്റവനുമായിരുന്നു. വസ്ത്രങ്ങൾ കീറിയും മലിനമായുമുണ്ടായിരുന്നു. അവന്റെ രൂപം കണ്ടാൽ ഒരു സൂഫി സന്യാസിയാണെന്ന് മനസ്സിലാക്കാമായിരുന്നു. വേദനയും വിശപ്പും കൊണ്ട് തളർന്നിരുന്നെങ്കിലും യുവയോഗിയെ കണ്ടപ്പോൾ അവന്റെ മുഖത്ത് പ്രതീക്ഷ നിറഞ്ഞു. അദ്ദേഹം ദൈവത്തെ സ്തുതിച്ചു, മുന്നിലേക്ക് വന്നു നമസ്കരിച്ചു. ആവേശത്തിൽ അദ്ദേഹം യോഗിയെ ചേർത്തുപിടിച്ചു. ഈ അപ്രതീക്ഷിതമായ പ്രവൃത്തി യോഗിയുടെ ധ്യാനത്തെ ഭംഗപ്പെടുത്തി. അപ്രസന്നനായി അദ്ദേഹം പ്രതികരിച്ചു. കോപം അദ്ദേഹത്തെ നിയന്ത്രിച്ചു. വൃദ്ധനെ അവിടെ നിന്ന് പോകാൻ പറഞ്ഞു. എന്നാൽ സൂഫി സന്യാസി അപേക്ഷിച്ചു, എന്റെ ഗുരു അന്തരിക്കുന്നതിന് മുൻപ് ഈ മലകളിൽ ഒരു യുവയോഗിയെ കാണാൻ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ ആത്മീയ യാത്ര പൂർത്തിയാക്കേണ്ടത്. അതുകൊണ്ട് ദയവായി എന്നെ സഹായിക്കൂ. എന്നാൽ യോഗി അപ്പോൾ അത് അംഗീകരിച്ചില്ല. കോപവും അവഗണനയും അദ്ദേഹത്തിന്റെ മനസ്സിൽ നിറഞ്ഞിരുന്നു. അവസാനം നിരാശനായ സന്യാസി ഗംഗയിലേക്ക് പോയി ദൈവത്തിന് സമർപ്പിച്ച് ജീവൻ വിടാൻ തീരുമാനിച്ചു. കുറച്ച് സമയത്തിന് ശേഷം യോഗി നദിക്കരയിലെത്തി ശുദ്ധീകരണ സ്നാനം നടത്തി. എന്നാൽ അവിടെ നിന്നു മടങ്ങുമ്പോൾ തന്റെ ഗുരുവിന്റെ ശബ്ദം കേട്ടു. ഗുരു പ്രത്യക്ഷപ്പെട്ടു. ശാന്തവും കരുണാപൂർണവുമായ സ്വരത്തിൽ ചോദിച്ചു, നീ എന്താണ് ചെയ്തത്? ആ ചോദ്യം കേട്ടപ്പോൾ തന്റെ തെറ്റ് യോഗിക്ക് മനസ്സിലായി. ഗുരുവിന്റെ പാദങ്ങളിൽ വീണു ക്ഷമ ചോദിച്ചു. ഗുരു പറഞ്ഞു, ആത്മീയ ജീവിതത്തിൽ ഏറ്റവും വലിയ ശത്രു അഹങ്കാരമാണ്. പുറത്തുള്ള രൂപം നോക്കി ഒരാളുടെ ആത്മീയതയെ വിലയിരുത്തരുത്. വർഷങ്ങളായുള്ള തപസ്സിനേക്കാൾ ഒരു നിമിഷത്തെ കരുണ വലിയതാണ്. ഗുരു തുടർന്നു, നീ വേദനിപ്പിച്ച ആ മനുഷ്യൻ ദൈവഭക്തനായിരുന്നു. അതിനാൽ അവൻ അനുഭവിച്ച കഷ്ടതയുടെ അർത്ഥം നീയും മനസ്സിലാക്കണം. ശിഷ്യൻ വിനയത്തോടെ ഗുരുവിന്റെ വാക്കുകൾ സ്വീകരിച്ചു. അവസാനമായി ശിഷ്യൻ ഒരു അഭ്യർത്ഥന നടത്തി. എന്റെ ഗുരുവേ, ഞാൻ എവിടെയായാലും എപ്പോഴും നിങ്ങളുടെ കൃപയോടെ എന്നെ നയിക്കണം.
ഗുരു സ്നേഹത്തോടെ അനുഗ്രഹിച്ചു. നിന്റെ ആത്മീയ യാത്രയിൽ നീ ഒരിക്കലും ഒറ്റയായിരിക്കില്ല. ഈ അനുഗ്രഹത്തോടെ കഥ അവസാനിച്ചു. എൻ്റെ ഗുരു പറഞ്ഞ ഈ കഥ എൻ്റെ ജീവിതത്തിലെ വലിയ പാഠമായി മാറി. കരുണ, വിനയം, മതഭേദങ്ങളെ അതിജീവിക്കുന്ന ആത്മീയ ഏകത.